Hi students, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ, ഇതൊക്കെയാണ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യം അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ള കാര്യം നോക്കണം. ഇതിൻ്റെയൊക്കെ എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഉണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിയുടെയും കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിൻ്റെയൊക്കെ നമുക്ക് എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഉണ്ട്. അത് കൂടാതെ തന്നെ അതിൻ്റെ കൂടെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുമാണ് നമുക്ക് ഈ ഒരു പോർഷൻ ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം ഹൈഡ്രോളിക് കോഎഫിഷ്യൻസിനകത്ത് ആദ്യം നമ്മൾ പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീന കോൺട്രാക്റ്റ് എന്താണ് എന്നുള്ള കാര്യം അറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് വീന കോൺട്രാക്റ്റ് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ. എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് വീന കോൺട്രാക്റ്റ്, ആക്ച്വൽ വെലോസിറ്റി അറ്റ് വീന കോൺട്രാക്റ്റ് ടു ദ തിയറിറ്റിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ബിറ്റ്വീൻ ആക്ച്വൽ വെലോസിറ്റി ഓഫ് എ ജെറ്റ് ഓഫ് ലിക്വിഡ് അറ്റ് വീന കോൺട്രാക്റ്റ് ആൻഡ് തിയറിറ്റിക്കൽ വെലോസിറ്റി ഓഫ് എ ജെറ്റ്. അപ്പോൾ ഒരു ഓറിഫേസ് ഉണ്ട്, ഓറിഫേസിലൂടെ വാട്ടർ പുറത്തേക്ക് പോകുന്നു. അവിടെ വീന കോൺട്രാക്റ്റ് എന്താണെന്നുള്ള കാര്യം അറിയാം. ആ വീന കോൺട്രാക്റ്റ് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ആക്ച്വൽ വെലോസിറ്റി ടു ദ തിയറിറ്റിക്കൽ വെലോസിറ്റി ആണ് എന്തെന്ന് പറയുക, CV എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആക്ച്വൽ വെലോസിറ്റി ഓഫ് എ ജെറ്റ് അറ്റ് വീന കോൺട്രാക്റ്റ് ബൈ തിയറിറ്റിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ്പ്രഷൻ. CV ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ √2G ഇൻറ്റു H എന്താണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഇനി ആക്ച്വൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ഓറിഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിറൈവ് ചെയ്തെടുത്തു. അവിടെ നമ്മൾ വെലോസിറ്റി നമുക്ക് കിട്ടി. ആ കിട്ടിയ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? തിയറിറ്റിക്കൽ വെലോസിറ്റി ആണ്. അത് പ്രത്യേകം നമ്മൾ മെൻഷൻ ചെയ്തു, അത് തിയറിറ്റിക്കൽ വെലോസിറ്റിയാണ്. എൻ്റെ ആക്ച്വൽ വെലോസിറ്റി എന്തായിരിക്കും? അതിൻ്റെ കൂടെ ഈ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിയും കൂടെ ചേർന്നുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുക? ആക്ച്വൽ വെലോസിറ്റി കിട്ടുക അല്ലെ. എവനെ ഇങ്ങോട്ട് എടുത്ത് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ V ഈസ് ഈക്വൽ ടു CV ഇൻറ്റു √2GH എന്ന് എനിക്ക് കിട്ടി. അതാണ് ആക്ച്വൽ വെലോസിറ്റി. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.95 to 0.99 എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ വേരിയേഷൻ വരുന്നത് അതിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സൈസിനെ ബേസ് ചെയ്തിട്ട്, അവിടെയുള്ള ഹെഡ് ഓഫ് വാട്ടർ എത്രയാണെന്നുള്ള കാര്യത്തിനെ ബേസ് ചെയ്തിട്ട്, അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന CVയുടെ വാല്യൂ 0.95 to 0.99 ആ റേഞ്ചിലായിരിക്കും വാല്യൂ വരിക. അപ്പോൾ ഇത്രയും മാത്രം ഓർമ്മിക്കുക. ആക്ച്വൽ വെലോസിറ്റി അറ്റ് വീന കോൺട്രാക്റ്റ് അറ്റ് തിയറിറ്റിക്കൽ വെലോസിറ്റി ആണ് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.95 to 0.99 ഇടയിലായിരിക്കും ആ വാല്യൂ വരിക. ഈ ഒരു എക്സ്പ്രഷനും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. V ഈസ് ഈക്വൽ ടു CV ഇൻറ്റു √2GH എന്ന് പറയുന്നതായിരിക്കും അവിടെയുള്ള ആക്ച്വൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് നോക്കേണ്ടത് എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ എന്നുള്ള കാര്യമാണ്. കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ വേറെ ഒന്നുമില്ല, നമ്മുടെ വീന കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വീന കോൺട്രാക്ട് ടു ദാറ്റ് ഓഫ് ഏരിയ ഓഫ് ദ ഓറിഫേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. വീന കോൺട്രാക്റ്റിലുള്ള ജെറ്റ് ഓഫ് ഫ്ലൂയിഡ്, ഇപ്പോൾ ഇതുവഴിയാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഓറിഫേസ്, ഇതുവഴി വാട്ടർ ഫ്ലോ ചെയ്ത് പോകുന്നു, ജെറ്റ് ഓഫ് വാട്ടർ പോവാണ് പുറത്തേക്ക്. അപ്പോൾ ഈ പോയിന്റിലുള്ള വീന കോൺട്രാക്റ്റിലുള്ള ജെറ്റിന്റെ ഏരിയയാണ് AC, അതായത് ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വീന കോൺട്രാക്ട് ടു ദാറ്റ് ഓഫ് ഏരിയ ഓഫ് ദ ഓറിഫേസ്. അതിനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ റേഞ്ച് 0.61 to 0.69 ഇടയിലായിരിക്കും അതിന്റെ വാല്യൂ വരുന്നത്. ആ വാല്യൂ പ്രധാനമായിട്ടും എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈസ്, ഷേപ്പ്, അതുപോലെ തന്നെ ഹെഡ്, ഇതിനൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്താണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ആക്ച്വൽ ഡിസ്ചാർജ് ഫ്രം ആൻ ഓറിഫൈസ് ടു ദ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് ഫ്രം ആൻ ഓറിഫൈസ്. ഒരു ഓറിഫൈസിലൂടെയുള്ള ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ തിയറിറ്റിക്കൽ ഡിസ്ചാർജ്. ഓറിഫൈസിലൂടെയുള്ള ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറിറ്റിക്കൽ ഡിസ്ചാർജ്, Q ആക്ച്വൽ ഡിവൈഡ് ബൈ Q തിയറിറ്റിക്കൽ എന്ന് പറയുന്നതാണ് CD. ഇനി ഈ ആക്ച്വൽ ഡിസ്ചാർജ് എനിക്ക് എങ്ങനെ എഴുതാം? ആക്ച്വൽ വെലോസിറ്റി ഇൻറ്റു ആക്ച്വൽ ഏരിയ എന്ന് എനിക്ക് എഴുതാം. അതുപോലെ തന്നെ തിയറിറ്റിക്കൽ ഡിസ്ചാർജിനെ തിയറിറ്റിക്കൽ വെലോസിറ്റി ഇൻറ്റു തിയറിറ്റിക്കൽ ഏരിയ എന്ന് എനിക്കറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ആക്ച്വൽ വെലോസിറ്റി ബൈ തിയറിറ്റിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നതാണ് എന്ത്? CV. ഈ ആക്ച്വൽ ഏരിയ ഡിവൈഡ് ബൈ തിയറിറ്റിക്കൽ ഏരിയ എന്ന് പറയുന്നതാണ് എന്ത്? CC.
അങ്ങനെയാണോ എങ്കിൽ സി ഡി ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു സി സി എന്നാണ്. ഈ റിലേഷൻ ഓർമ്മിച്ച് ചെയ്യുക. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് സി ഡി ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു സി സി, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ എന്നാണ്. ഈ സി ഡിയുടെ വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത് 0.61 to 0.65 എന്തിന്റെ വാല്യൂ റേഞ്ച് പറയുക? സി ഡിയുടെ വാല്യൂ, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ വാല്യൂ പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് അതിന്റെ ഒരു എന്താണ് ഡെഫിനിഷൻ എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. ഇതിൽ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഇതിന്റെ എക്സ്പെരിമെന്റൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് ആണ് എപ്പോഴും എക്സാമിനൊക്കെ ക്വസ്റ്റൻ ആയിട്ട് കാണുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്ന് നോക്കി വെച്ചേക്കുക. നമുക്കിനി ഇതിന്റെ ഒരു സിമ്പിൾ പ്രോബ്ലം കൂടെ തരാം, അതൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അത് ചെയ്ത് നോക്കിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യം, വെറും ഒരു എക്സസൈസ് മാത്രമാണ്, എക്സാമിനൊന്നും ചോദിക്കത്തൊന്നുമില്ല. ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു ക്വസ്റ്റനും കൂടെ ഇതിന്റെ കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റനും കൂടെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഒരു സിമ്പിൾ എക്സസൈസ് ക്വസ്റ്റൻ ആണ്, ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ക്വസ്റ്റൻ ഇതാണ്: ദ ഹെഡ് ഓഫ് വാട്ടർ ഓവർ ആൻ ഓറിഫൈസ് ഓഫ് ഡയമീറ്റർ 40 mm ഈസ് 10 meter. Find the actual discharge and actual velocity of jet at Vena contractor. Take CD is equal to 0.6 and CV is equal to 0.9. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്, എക്സാമിനൊന്നും ചോദിക്കില്ല. നിങ്ങൾ ഇത്രയും ഈ ഡെഫിനേഷനൊക്കെ പറഞ്ഞത് കൊണ്ട് ആ ഫോർമുലാസ് ഒക്കെ ഒന്ന് നമുക്കൊന്ന് മനസ്സിലോട്ട് കയറാനായിട്ട് ഈ ഒരു ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ആൻസർ ലാസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ എക്സ്പെരിമെന്റൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം.